ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. കൾച്ചറൽ ഫോറം സിന്ദാബാദ്. ജലജീവൻ പേര് പറഞ്ഞ് റോഡുകളെല്ലാം തോടുകളാക്കി എന്തേ മൂടാത്തേ, തോടുകളൊന്നും മൂടാത്തേ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം INTUC മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഞ്ഞപ്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സമരം നടത്തി. പൊതുശ്മശാനം അനുവദിക്കുക, ബസ് സ്റ്റാൻഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക, റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, ചന്ദ്രപുരയിൽ ഓപ്പൺ എയർ സ്റ്റേജ് നിർമ്മാണം ആരംഭിക്കുക, വടക്കുംഭാഗം ചന്ദ്രപുര കവലകളിൽ ശുചിമുറി അനുവദിക്കുക, പൊതു മാർക്കറ്റ് നിർമ്മാണം വേഗത്തിലാക്കുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, വൺ വേ സമ്പ്രദായം നടപ്പിലാക്കുക, ചന്ദ്രപുരയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കുക, പ്രധാന കവലകളിൽ ബസ് കാത്തു നിൽപ്പ് കേന്ദ്രം അനുവദിക്കുക, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നടപ്പിലാക്കുക, പോലീസ് എയ്ഡ് പോസ്റ്റും CCTV ക്യാമറയും ഏർപ്പെടുത്തുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മഞ്ഞപ്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ധർണാ സമരം ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പു പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ ഫോറം രക്ഷാധികാരി K സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ പല്ലൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സരിത സുനിൽ ചാലാക്ക, പഞ്ചായത്ത് മെമ്പർമാരായ സിജു ഊരാളി, അഡ്വക്കേറ്റ് ജേക്കബ് മഞ്ഞളി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ്, ഷെമിത ബിജോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ്, ഡേവിസ് മണവാളൻ, ജോസൻ വി ആന്റണി, ജോമോൻ ഓലിയപ്പുറം, അലക്സ് ആന്റു, ദിനു ജോർജ്, ഷൈബി പാപ്പച്ചൻ, ME സെബാസ്റ്റ്യൻ, ജോസ് അരീക്കൽ, PV ജോബി, സണ്ണി പൈനാടത്ത്, ലാലു പുളിക്കത്തറ, ഡേവിസ് ചൂരമന, KA വർഗീസ്, സ്റ്റിലിൻ മഞ്ഞളി, ബൈജു കൊളാട്ടുകുടി, രാജു ഡേവിസ്, നിക്കോളാസ് ചിറമേൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 50 പൈസ പോലും തനത് ഫണ്ടില്ലാത്ത പഞ്ചായത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ തനത് ഫണ്ട് എന്ന് പറയുന്നാൽ പഞ്ചായത്തിന്റെ അതിർത്തികളിൽ നടക്കുന്ന വ്യവസായങ്ങളും പഞ്ചായത്ത് മനസ്സിലാക്കുക. അന്ന് ഗവൺമെന്റ് ആസ്പത്രി ഇരിക്കുന്നത് എവിടെയാ? പഴയ വൺ വേ റോഡിലാണ്. പഴയ വൺ വേ റോഡില് ഒരു സാധാരണ വീട്ടിലാണ് അന്ന് ക്ലിനിക്ക് ഇരിക്കുന്നത്. ആ ക്ലിനിക്കിന്റെ സ്ഥിതി അതാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം നടത്താൻ സ്ഥലമില്ലാത്ത സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ പുറത്ത് 2 ഏക്കർ 68 സെന്റ് സ്ഥലം ഞങ്ങൾ ചാറ്റുപാടത്ത് വാങ്ങി. ആ വാങ്ങിയ സ്ഥലം കൂടി ഞങ്ങൾ റോഡ് വെട്ടി. അതിശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി. ഞങ്ങൾ ഒരുപാട് കേസുകളൊക്കെ നടത്തി. ഞാൻ രാജമ്പല്ലൂരടക്കം എല്ലാവരും ആ കേസിൽ പ്രതികളായിരുന്നു. വിഷയങ്ങളെ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ CPM വളരെയേറെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതവർക്ക് ഓർമ്മയുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അവരിപ്പോൾ ഭരണമേറ്റെടുത്തിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും അതേക്കുറിച്ചൊരു ചെറുവിരൽ അനക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. അത് വളരെ ഒരു നാണം കെട്ട പ്രവർത്തനമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ സാധാരണക്കാരായ കുടുംബങ്ങൾ അനവധിയുണ്ട്. 2 സെൻറ്റിലും 3 സെൻറ്റിലും 4 സെൻറ്റിലും താമസിക്കുന്ന ആളുകൾ. അവരുടെ കുടുംബത്ത് ഒരു മരണം സംഭവിച്ചാൽ ആ ഡെഡ് ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി വളരെയേറെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അത് കാരണം സാമ്പത്തികമായും മാനസികമായും വളരെയേറെ പീഡനം അവർ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ ഒരു പൊതുശ്മശാനം അത്യാവശ്യമാണ്. അതുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. 40 വർഷമായിട്ട് ഇവിടെ പൊതുശ്മശാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരം നടത്തുന്നുണ്ട്. ഈ പഞ്ചായത്തിന് മുമ്പിൽ കുടിൽ കെട്ടി വരെ സമരം നടത്തിയിട്ടുണ്ട്. ഇതുവരെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന LDFന്റെ കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതേപോലെ റോഡുകളുടെ കാര്യം പറഞ്ഞാൽ ഈ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ റോഡുകൾ മുഴുവൻ
കുഴിച്ച് പൈപ്പിട്ടു. ആ റോഡുകളെല്ലാം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് മുമ്പിൽ പോയി നമ്മൾ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും പോയി നമ്മൾ സമരം ചെയ്യണം എന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടാണ്, UDF മെമ്പർമാർ ആവശ്യപ്പെട്ടാണ്. ഒരു കാര്യത്തിലും ഒരു നടപടി സ്വീകരിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2010 അതിനുശേഷം ഇടതുപക്ഷമായിരുന്നു ഭരണം. അന്ന് പൊതു ശ്മശാനത്തിന് ഞങ്ങളൊരു അജണ്ട തയ്യാറാക്കി, ഞങ്ങൾ അതിനൊരു പ്രോജക്റ്റും തയ്യാറാക്കിയത്. അന്ന് ഞാനതിന് സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഭരണകക്ഷിയിലിരുന്ന ആൾക്കാർ പറയാണ്, ചേട്ടാ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ചേട്ടനെ തട്ടാനുള്ള നടപടി നോക്കുന്ന പറയുന്നത്. ഇന്നലെ ഇപ്പോൾ അറിയുന്നു ഇതാ അതേ വിജിലൻസ് അന്വേഷണം വന്നിരിക്കുന്നു. ആർക്കെതിരെ? ക്രമസമാധാന നില ചുമതലയുള്ള ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് DGP മന്ത്രിസഭയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇന്നിതാ അത് വിജിലൻസ് അന്വേഷണത്തിന് ചില കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. RSSന്റെ വർഗീയവാദികളായ RSSന്റെ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തിണ്ണ നിരങ്ങാൻ പോയ ADGPയെ സംരക്ഷിക്കുന്നു എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുന്നു. RJDയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ആക്ഷേപം ഉന്നയിക്കുന്നു. പിന്നെ നമ്മളെ വിട്ടുപോയ, കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആദർശപ്രേമിയായ, ആദർശധീരനായ ഒരു പരമ യോഗ്യനുണ്ടല്ലോ, ഒരു ചാക്കോ. ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ ചാനലുകൾ വന്നിരുന്ന് ഇപ്പോഴും കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വരുന്നു, രംഗത്ത് വരുന്നു. മാത്രമാണ് എല്ലാവരും ഒന്നിക്കുന്നു. ഈ സാമൂഹ്യ വികസനത്തിനെതിരെ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ദുർഭരണം ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. ഇവിടെ പഞ്ചായത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് കയറി വരുമ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആങ്കറെ തടയാതെ ഒരു കാര്യം പറയാൻ നിവൃത്തിയില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അത് പഞ്ചായത്ത് സെക്രട്ടറി ഈ ഭരണത്തിന്റെ കയ്യാളന്മാര് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ 4 വർഷമായി പഞ്ചായത്തിന്റെ ഭരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നു. ഇവിടെ ഭരണം തുടങ്ങിയിട്ട് 2 പ്രാവശ്യം പ്രസിഡന്റ് മാറി, വനിതയാണ് പ്രസിഡന്റ്. അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു, വികസനങ്ങൾ പുറകോട്ട് പോകുന്നു. ആ ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, ഇവിടെ ഭരണക്കാർ അവരുടെ ഒരു ചിന്ത കോൺഗ്രസ് പാർട്ടിയിൽ ഭയങ്കര അനൈക്യമാണ്. അവർ ഏതു നേരം തല്ലിടുന്ന ആൾക്കാരാണ്. ഭരണസമിതിക്കോ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോ അവരെ നിയന്ത്രിക്കുന്ന ആളുകൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. വളരെ ഖേദകരമാണ്. ഏറെ അനിവാര്യമായ ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറത്തിനും INTUCക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമ്മൾ അന്ന് സമരം നടത്തിയത്, അതിനുശേഷം നമ്മൾ പഞ്ചായത്തിൽ ചെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ എല്ലാ ആവശ്യങ്ങളും ഉന്നയിച്ച് പരാതി കൊടുത്തു. ആ പരാതിക്ക് അന്ന് റെസിപ്റ്റ് തന്നതല്ലാതെ എന്തെങ്കിലും ഒരു നടപടി അതിലെടുത്തോ എന്ന് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം 2 ആഴ്ച മുമ്പ് DYFIയുടെ നേതാവ്, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, DYFIയുടെ ഇവിടുത്തെ നേതാവ് ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ നടപടിയെടുത്തു, അതിന് മറുപടിയും കൊടുത്തു. കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ട് അവർ ആഘോഷിച്ചു. ഇതുപോലെ കൊടിയുടെ നിറവും പാർട്ടിയുടെ പേരും നോക്കി ഭരണം നടത്താനാണ് ഭരണസമിതിക്കും അവരുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥർക്കും തീരുമാനമെങ്കിൽ ഇനിയുള്ള സമരങ്ങൾ ഇതുപോലെ ആവണമെന്നില്ല. സമരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറേണ്ടി വരും. ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോ
ടെലിവിഷൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തിപരമോ ബിസിനസ് സംബന്ധമോ ആയിക്കൊള്ളട്ടെ. ഔട്ട്ഡോർ ഇൻഡോർ പ്രിന്റിംഗ് വർക്കുകൾ, LED സൈൻ ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.